നടൻ ബാലയ്ക്കെതിരെ ആരോപണങ്ങളുമായി മുൻ ഭാര്യ എലിസബത്ത് ഉദയൻ വീണ്ടും രംഗത്തെത്തി. യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് എലിസബത്ത് മുൻ വിവാഹ ജീവിതത്തിലെ തിക്താനുഭവങ്ങൾ പങ്കുവച്ചത്. ബാലയും ഭാര്യ കോകിലയും ഒരു സ്വകാര്യ തമിഴ് മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിന് താഴെ എലിസബത്തിനെ രൂക്ഷമായി വിമർശിച്ച കസ്തൂരി എന്ന പ്രൊഫൈൽ പങ്കുവച്ചാണ് എലിസബത്ത് രംഗത്തെത്തിയത്. ബാലയെ ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ടാണ് എലിസബത്ത് പ്രണയത്തിലായതെന്നാണ് പ്രൊഫൈലിന് പിന്നിലെ വ്യക്തി ആരോപിക്കുന്നത്. എന്നാൽ അതെല്ലാം കളവാണെന്നും MBBS കഴിഞ്ഞ് MDക്കായുള്ള എൻട്രൻസിന് പഠിക്കുമ്പോഴാണ് ബാലയെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുന്നതെന്നുമാണ് എലിസബത്ത് പറയുന്നത്. തനിക്ക് പുതിയ ബോയ് ഫ്രണ്ട് ആയെന്ന ആരോപണവും എലിസബത്ത് തള്ളിക്കളഞ്ഞു. ആ ബോയ് ഫ്രണ്ടിനെ എനിക്കും കൂടി പരിചയപ്പെടുത്തിയാൽ നന്നായിരുന്നു എന്നും എലിസബത്ത് പരിഹസിക്കുന്നു. അസുഖബാധിതനായ സമയത്ത് 4-5 മാസം ഉറക്കം പോലും കളഞ്ഞ ബാലയുടെ എല്ലാ കാര്യവും താനാണ് നോക്കിയത്. MD എൻട്രൻസ് പരീക്ഷയുടെ 1 മാസം മുൻപ് ഹാൾ ടിക്കറ്റ് എടുക്കാനോ പരീക്ഷ എഴുതാനോ ബാല സമ്മതിച്ചില്ല എന്നും എലിസബത്ത് ആരോപിക്കുന്നു. അന്ന് വഴക്കുണ്ടാക്കിയപ്പോൾ മർദ്ദിച്ചുവെന്നും എലിസബത്ത് പറഞ്ഞു. പനി പിടിച്ച് രോഗം മൂർജിച്ച അവസ്ഥയിലും അഭിനയിക്കുകയാണെന്നാണ് വീട്ടുകാരോട് ബാല പറഞ്ഞത്. എന്നാൽ ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡും പോസിറ്റീവ് ആയിരുന്നു. ഇതൊക്കെ 2022 സംഭവിച്ചത് എന്നും എലിസബത്ത് വീഡിയോയിലൂടെ വ്യക്തമാക്കി. ഏകദേശം 1 മണിക്കൂറോളം നീണ്ട വീഡിയോയിൽ ഗുരുതര ആരോപണങ്ങളാണ് ബാലയ്ക്കെതിരെ എലിസബത്ത് ഉന്നയിക്കുന്നത്. ഞങ്ങളുടെ വിവാഹമല്ല നടന്നതെന്നാണ് പലരും പറയുന്നത്. എന്നാൽ നാട്ടിൽ നടന്ന വിവാഹ പരിപാടി അച്ഛനാണ് നടത്തിയത് എന്നും എലിസബത്ത് പറഞ്ഞു. തന്നെ ഒരു ജോലിക്കാരിയെ പോലെയാണ് ബാലയുടെ കുടുംബം കണ്ടത് എന്നും എലിസബത്ത് ആരോപിക്കുന്നു. ബാലയും ചെകുത്താനും തമ്മിലുള്ള പോലീസ് കേസിന്റെ വിശദാംശങ്ങളും എലിസബത്ത് വീഡിയോയിലൂടെ പങ്കുവെക്കുന്നുണ്ട്. അസുഖം മറച്ചുവെച്ചാണ് ബാല വിവാഹം കഴിച്ചത്. കല്യാണം കഴിഞ്ഞ് ഓരോ മാസം കൂടുമ്പോഴും ഹോസ്പിറ്റലിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഹണിമൂണിന് ഹോസ്പിറ്റലിലേക്കാണ് പോയതെന്നും എലിസബത്ത് പറഞ്ഞു. ഇപ്പോൾ എല്ലാത്തിനും തയ്യാറായാണ് താൻ നിൽക്കുന്നത് എന്നും പേടിച്ച് മതിയായെന്നും എലിസബത്ത് കൂട്ടിച്ചേർത്തു. ജയിലിലായാലും ഭക്ഷണം കിട്ടുമല്ലോ. തനിക്ക് 3 ദിവസം ഭക്ഷണം തരാതിരുന്നിട്ടുണ്ട്. റൂമിൽ പൂട്ടിയിട്ടിട്ടുണ്ട്. ടാപ്പ് വെള്ളം കുടിച്ചു. അത്രയ്ക്കൊന്നും ജയിലിലുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ബാല ഇനി തന്നെ കൊന്നാലും സാരമില്ല. അത്രത്തോളം നാണം കെട്ട അവസ്ഥയിലാണ് താനിപ്പോൾ ഉള്ളത്. ഡിപ്രഷനും നാണക്കേടും സ്ട്രെസ്സും കാരണം എന്തു വന്നാലും അതിനെ നേരിടാൻ താൻ തയ്യാറാണെന്നും എലിസബത്ത് വീഡിയോയിലൂടെ പങ്കുവെക്കുന്നു.